നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾ ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ. മല്ലിക സുകുമാരൻ മാത്രമല്ല, മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട്. സീരിയലിലും സിനിമകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ. ഒരു കംപ്ലീറ്റ് സിനിമാ കുടുംബമാണ് മല്ലിക സുകുമാരന്റേത്. മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ്. തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന പരിഭവമുണ്ട്. എന്നാൽ ഇന്ദ്രിയത്തും പൃഥ്വിരാജും തനിക്ക് കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തന്റെ മുൻപിലേക്ക് എത്തുമെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുള്ളത്. തന്റെ രണ്ടു മക്കളിൽ ഒരാൾ അമ്മയെ പോലെയും മറ്റേ വ്യക്തി അച്ഛനെ പോലെയുമാണെന്നും മല്ലിക സുകുമാരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മകൻ ഇന്ദ്രിയത്തിനെ കുറിച്ച് ചിലർ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ഇന്ദ്രിയത്തിനോട് മല്ലികയ്ക്ക് സ്നേഹക്കുറവാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളോടാണ് അവർ പ്രതികരിച്ചത്. ഇന്ദ്രിയത്തിന്റെ മകൾ പ്രാർത്ഥനയുടെ വസ്ത്രദാനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കും അവർ ചുട്ട മറുപടി നൽകി. മക്കളായ പൃഥ്വിരാജിന്റെയും ഇന്ദ്രിയത്തിന്റെയും കാര്യത്തിൽ വലിയ അഭിമാനമാണ് മല്ലിക സുകുമാരന്. രണ്ടുപേരെയും ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. പഠിക്കുന്ന കാലത്താണ് ഇവരുടെ പിതാവ് സുകുമാരൻ മരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പൃഥ്വിയെയും ഇന്ദ്രിയത്തിനെയും വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം മല്ലിക സുകുമാരൻ ഒറ്റയ്ക്കാണ്. പൃഥ്വിരാജ് കരിയറിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മല്ലിക സുകുമാരൻ ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുണ്ട്. സംഘടനകൾ പൃഥ്വിക്കെതിരെ തിരിഞ്ഞ കാലഘട്ടം നടി മറന്നിട്ടില്ല. ഞാൻ ഖത്തറിൽ പോകുമ്പോൾ ഒരുപാട് പേര് ഇന്ദ്രിയത്തിന്റെ കാര്യം ചോദിക്കും. അവൻ നല്ല സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പലരും പറയാറുണ്ട്. പൃഥ്വിരാജ് വരെ പറയാറുണ്ട്. വില്ലൻ, കോമഡി നായകൻ, ഇങ്ങനെ എല്ലാ വേഷങ്ങളും ഇന്ദ്രിയത്ത് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും സിനിമ എന്നത് ഒരാൾ തീരുമാനിക്കുന്നതല്ല. എന്ത് റോളായാലും സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അതേസമയം പൃഥ്വിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഇന്ദ്രിയത്തിനെ കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിക്കാറില്ലെന്ന് ഇന്ദ്രിയത്തിന്റെ ആരാധകരിൽ ചിലർ പറയാറുണ്ട്. ഇതേക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് മല്ലിക ഇപ്പോൾ. മക്കളുടെ കാര്യത്തിൽ ചേച്ചി കുറച്ച് പക്ഷപാതം കാണിക്കുന്നു എന്ന് അടുത്ത കാലത്ത് ഒരു കമന്റ് കണ്ടു. എനിക്ക് വാസ്തവത്തിൽ ചിരി വന്നു. എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇന്ദ്രജിത്തിനോട് പക്ഷപാതപരമായി പെരുമാറുന്നതെന്ന് പറയുന്നത്? ഇന്ദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ ചത്തു കഴിഞ്ഞാൽ കൊള്ളിവെക്കേണ്ട മോനാണവൻ. അവനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? അവനാണ് എന്റെ ആദ്യത്തെ സന്തതി. പക്ഷപാതപരമായി പെരുമാറിയെന്നൊന്നും ഒരു അമ്മയോടും പറയരുതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നു. ഇന്ദ്രജിത്തിന് വലിയൊരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ PR വർക്കൊന്നും ചെയ്യാറില്ല. ഞാൻ ചോദിക്കാറുണ്ട്, വരാനുള്ളത് വരും അമ്മയെന്ന് പറയും. അവന് വലിയ ആശങ്കയില്ല. ഇന്ന് തമിഴിലും തെലുങ്കിലും ഉൾപ്പെടെ ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നുണ്ടെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. മീശോബാധവനിലെ വില്ലൻ കഥാപാത്രം അവൻ എന്തെങ്കിലും പേരുണ്ടാക്കി കൊടുത്തു. നമ്മുടെ പെർഫോമൻസ് പ്രേക്ഷകർ ഓർക്കുന്നത് വലിയ കാര്യമാണെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. ഒരു ലേബലിന്റെ കീഴിൽ മാത്രം പെടുത്താൻ കഴിയുന്ന ഒരു നടനല്ല ഇന്ദ്രജിത്ത്. എന്തായാലും ഇന്ദ്രനോട് കൂടുതൽ സ്നേഹം കാണിക്കണമെന്നൊന്നും ഇനി പറയാൻ നിൽക്കരുത്. ഇന്ദ്രൻ എന്നെ പോലെയാണ്. ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ സംസാരിക്കും. രാജുവിന് സുകുമാരൻ സാറിന്റെ രീതിയാണ്. അടുത്ത് വരാൻ 5-10 മിനിറ്റ് എടുക്കും. പക്ഷെ അടുപ്പമായി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കും. സുപ്രിയ കേരളത്തിൽ താമസിക്കുന്നത് പൃഥ്വിരാജിനെ കല്യാണം കഴിച്ച ശേഷമാണ്. പാലക്കാടാണ് സ്വദേശം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ബോംബെയിലും ഡൽഹിയിലുമായിരുന്നു മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി. ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഇന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ദ്രന്റെ മകൾ പ്രാർത്ഥനയുടെ പരിപാടി ഉണ്ടായിരുന്നു. മകൾ അസ്സലായി പാടി. എല്ലാവരും അഭിനന്ദിച്ചിരുന്നു. അതേസമയം പ്രാർത്ഥന കീറിയ പാന്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, ഷോർട്സ് ഇട്ടു എന്നൊക്കെ ചിലർ വിമർശനം ഉയർത്തുന്നുണ്ട്. പ്രാർത്ഥനയുടെ മാതാപിതാക്കൾക്ക് അതിലൊന്നും എതിർപ്പില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? പൂർണിമയുടെ ജോലി തന്നെ ബൊട്ടീക്കാണ്. പ്രാർത്ഥന ലണ്ടനിൽ പോയി പഠിച്ചതാണ്. കുട്ടികളല്ലേ, അവിടെയൊക്കെ പോയി പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും. അവിടുത്തുകാർ അവളുടെ വസ്ത്രവിധാനത്തെക്കുറിച്ച് ചോദിക്കാൻ നിൽക്കില്ല. അതിനൊന്നും അവർക്ക് സമയമില്ല. ഓരോ വസ്ത്രങ്ങളും ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട്, ശ്രദ്ധിക്കണം മോളെ, വിമർശകരൊക്കെ കൂടുതലായിരിക്കുമെന്ന്. നിന്റെ പ്രായമൊന്നും അവർ കണക്കാക്കില്ലെന്ന്. അവളുടെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ അവളുടെ മാതാപിതാക്കൾ തന്നെ പറയും. പണ്ടൊക്കെ ഹാഫ് സാരിയൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ചുരിദാർ വന്നു. ഇപ്പോൾ ജീൻസും കുപ്പായും ഒക്കെയായി. ഓരോ കാലത്തും അതത് കാലത്തെ ഫാഷൻ അനുസരിച്ച് വസ്ത്രങ്ങൾ മാറും. 17 വയസ്സായ കുട്ടികൾക്ക് ഇട്ടൂടാ, 41 വയസ്സായ തടിച്ചുകൾക്ക് ഇടാം എന്നൊന്നും പറയരുത്. നിങ്ങൾ ആദ്യം അവരെ പോയി വിമർശിക്കേ. എത്രയോ പ്രായമായ പെണ്ണുങ്ങൾ ഈ കോലത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും പഴയ രീതിയിൽ നടക്കുന്നവരുമുണ്ട്. ഇതൊന്നും അല്ലാതെ തിരുത്തേണ്ട എത്ര കാര്യങ്ങളുണ്ട്. തിരുത്തുന്നുണ്ടെങ്കിൽ എല്ലാം തിരുത്തണം. ഇത് അങ്ങനെയല്ല. ഇത്തരക്കാരെ ഞങ്ങൾ എഴുതി തള്ളും. ഇതാണ് സംഭവിക്കുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു.